ഞങ്ങളന്ന് അസംബ്ലിയിൽ പറഞ്ഞു, നിയമപരമായ വ്യവഹാരത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ തടസ്സപ്പെടാൻ പാടില്ലായിരുന്നു. അതിൽ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് സമയബന്ധിതമായിട്ടുള്ള ഒരു കലണ്ടർ സർക്കാരിൻ്റെ മുമ്പിലുണ്ടാവണം. ആ കലണ്ടർ സർക്കാരിൻ്റെ കയ്യിലില്ല. 2, സ്പോൺസേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചില്ല. 3, ഭൂമി ഏറ്റെടുക്കൽ എപ്പോൾ പൂർത്തിയാവും, എപ്പോൾ പുനരധിവാസം പൂർത്തിയാവും, എപ്പോൾ ജീവനോപാധിപരമായ കാര്യങ്ങൾ പൂർത്തിയാവും, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കലണ്ടർ, സമയബന്ധിതമായ സമീപനം സർക്കാരിന് മുമ്പിലുണ്ടാവണം. ഈ രീതിയിലുള്ള ഇപ്പോൾ ഉള്ള പോക്ക് അനിശ്ചിതത്വവും അതുപോലെ വലിയ ഭയം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അത് അവസാനിപ്പിക്കണം അടിയന്തരമായിട്ട്. അല്ല, സംസ്ഥാന സർക്കാർ കോടതിയാണല്ലോ. കോടതിയുടെ ഇടപെടൽ, അതിലേക്ക് കോടതിയുടെ ഇടപെടലാണെങ്കിലും 2 രീതിയിൽ നടക്കാം. കോടതിയിലൂടെ തന്നെ അത് ക്രമീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താം. ആ ഇടപെടൽ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. നമുക്കതിലൊക്കെ സഹായിക്കാൻ പറ്റും. പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദം, MLAയുടെ സമ്മർദ്ദം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താം. ഇതിൽ എല്ലാ തരത്തിലും സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് എപ്പോഴും ആ പിന്തുണ നിലനിൽക്കുക. ഞങ്ങളുടെയൊക്കെ എല്ലാ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ട്. മറ്റുള്ളതായിരിക്കുന്ന നമ്മളൊന്നും ഒരു ഘട്ടം വരെ ഒരക്ഷരം സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും വീഴ്ചകൾ പരിഹരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതെ, ഇതിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന കാര്യം, ലെയ്സൺ വർക്ക് നടത്തിയാൽ ഇതൊക്കെ പരിഹരിക്കാമായിരുന്നു. ആ ലെയ്സൺ വർക്ക് നടത്തുന്നതിൽ നമുക്ക് പാളിച്ച വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും പാളിച്ച വന്നിട്ടുണ്ട്. ആ പാളിച്ച ഇനിയും തിരുത്താവുന്നേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന ഇതിൻ്റെ ഒക്കെ ബേസിക് ഇഷ്യൂ സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന നിയമോപദേശത്തിൽ ഗുരുതരമായിട്ടുള്ള പാളിച്ചയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന അവിടെയാണ്. അത് സർക്കാർ ഗുരുതരമായി പരിശോധിച്ച് തെറ്റിതിരുത്തണം. ഇത് ഇനി അനന്തമായി കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് സമയബന്ധിതമായിട്ടുള്ളൊരു സമീപനം ഈ കാര്യത്തിൽ ഉണ്ടാവണം. നിലവിൽ പാളിച്ച, തീക്ഷ്ണമായ പാളിച്ചയുണ്ട്. ആ പാളിച്ച തിരുത്താനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിൽ ഇപ്പം സംസ്ഥാനതല സർവകക്ഷി യോഗം സർക്കാർ ഈ കാര്യത്തിൽ വിളിച്ചു ചേർക്കണം. സംസ്ഥാനതല സർവകക്ഷി യോഗം. എന്നിട്ട് 2 സമയബന്ധിതമായിട്ടുള്ള കലണ്ടർ സർക്കാർ പ്രസിദ്ധപ്പെടുത്തണം. ഈ 2 കാര്യങ്ങളിൽ സ്പോൺസേഴ്സിൻ്റെ എമർജൻസി മീറ്റിംഗ് വിളിക്കണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ സമീപനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. അത് നടത്തണം.